അധികാരത്തിലേറി ഒരു മാസം പിന്നിടുമ്പോഴേക്ക് തന്നെ വി ഡി സതീശൻ സർക്കാർ സംഘപരിവാറിൻ്റെ വിനീത ദാസന്മാരുടെ സർക്കാരാണ് എന്നും എല്ലാവർക്കും മനസ്സിലാവുന്നതുപോലെ വ്യക്തമായി വരികയാണ്. ബി ജെ പിക്ക് 3 MLA-മാരാണ് കേരള നിയമസഭയിൽ ഉള്ളതെങ്കിലും ഭരണത്തിൽ അവരുടെ അജണ്ടയാണ് UDF ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. RSSനോടുള്ള വിധേയത്വം ഓരോ മന്ത്രിമാരും മത്സരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ചില മന്ത്രിമാർ പതുക്കെയും ചില മന്ത്രിമാർ ഉറക്കുകയും RSSനോടുള്ള കൂറ് പരസ്യമാക്കി പ്രഖ്യാപിച്ച് വരുന്നു. PMAY പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളിൽ മോഡിയുടെ പടവും ലോഗോയും വെക്കുന്നതിൽ എന്താണ് കുറ്റം, തെറ്റ് എന്നാണ് KM ഷാജി എന്ന മന്ത്രി ചോദിക്കുന്നത്. കേന്ദ്രവുമായി അൺഹെൽത്തി ഡിബേറ്റിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഷാജി ന്യായീകരിക്കുന്നത്. ഇത് അൺഹെൽത്തി ഡിബേറ്റിന്റെ പ്രശ്നമല്ല, ജനങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ വിഷയമാണ്. വീട്ടുകാരുടെ ആത്മാഭിമാനം പണയപ്പെടുത്തി ആരോ കൊടുത്ത ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് എന്ന ഒരു ബോധം അവരിൽ ഉണ്ടാക്കുന്നതിന് ഒരുക്കമല്ല എന്ന ഉറച്ച നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട്. യഥാർത്ഥത്തിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് PMAY പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത്. 5 ലക്ഷത്തിലധികം വീട് നിർമ്മിച്ചു കഴിഞ്ഞു. 1 ലക്ഷത്തിലധികം വീടിന്റെ നിർമ്മാണം നടന്നു വരികയാണ്. ഈ 6 ലക്ഷം വീടിന്റെയും നേരത്തെ പറഞ്ഞതുപോലെ, ഷാജി പറയുന്നത് പോലെ, ഒരു തരത്തിലും മോഡിയുടെ പടമോ ലോഗോയോ വെക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല. ഈ 6 ലക്ഷം വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലൈഫ് പദ്ധതിയിൽ 1,01,000-ലധികം വീട്, 1,01,437 വീടാണ് നഗരങ്ങളിൽ ഈ PMAYയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. ആ 1,01,437 വീട്ടിലും ലോഗോ വെച്ചിരുന്നില്ല. ഗ്രാമീണ മേഖലയിൽ 34,265 വീടാണ്. ആ ഒരു വീട്ടിലും ലോഗോയോ ഫോട്ടോയോ പതിച്ചിരുന്നില്ല. പിന്നെ എന്തിനാണ് ഇപ്പോഴും RSSനെ പ്രീതിപ്പെടുത്താൻ KM ഷാജി അൺഹെൽത്തി ഡിബേറ്റിനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോഗോയും അതുപോലെ തന്നെ ഫോട്ടോയും വെക്കുന്നതിൽ എന്താ കുഴപ്പം എന്ന ചോദ്യവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്?